കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജെൻഡർ വികസന വിഭാഗത്തിന്റെ ഭാഗമായി സുൽത്താൻ ബത്തേരി നഗരസഭ CDSൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും സഹായവും ഉറപ്പുവരുത്തുന്നതിനായി ജെൻഡർ റിസോഴ്സ് സെന്റർ പ്രവർത്തനമാരംഭിച്ചിട്ട് 10 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 2014 സുൽത്താൻ ബത്തേരിയിൽ GRC പ്രവർത്തനമാരംഭിച്ചത്. സമൂഹത്തിലെ ഒറ്റപ്പെട്ടവരും നിരാലംബരും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരുമായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ മാനസിക പിന്തുണയും CDS വഴി ലഭ്യമാക്കേണ്ട സഹായങ്ങളും GRC വഴി നൽകിവരുന്നു. GRC വഴി പിന്തുണ നൽകുന്ന കേസുകളിൽ കൗൺസിലിംഗ്, താൽക്കാലിക അഭയം എന്നിവ സ്നേഹിത വഴി നൽകിവരുന്നു. നിയമസഹായം, അത്യാവശ്യ ഘട്ടങ്ങളിൽ വൈദ്യസഹായം, മാനസിക പിന്തുണ പ്രചോദന ക്ലാസുകൾ, ആദിവാസി മേഖലയിൽ പ്രത്യേക ക്ഷേമ പ്രവർത്തനങ്ങൾ, അതിജീവനത്തിനും ഉപജീവനത്തിനും മാർഗം കണ്ടെത്തുന്നതിനുള്ള പിന്തുണയും സഹായവും ബത്തേരി GRC വഴി നടപ്പാക്കിവരുന്നു. കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ ഗോത്രമേഖലയിലെ കുട്ടികൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പഠന പ്രവർത്തനങ്ങളിൽ ഇടപെടാനും പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. വിവിധ സേവനങ്ങൾ ഉറപ്പാക്കുന്നതോടൊപ്പം ട്രൈബൽ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മാസത്തിൽ മോട്ടിവേഷൻ ക്ലാസുകളും മറ്റു പരിശീലനങ്ങളും നൽകിവരുന്നു. എല്ലാ ആഴ്ചയിലും ഉന്നതികൾ സന്ദർശനം നടത്തുകയും വിവിധ വിഷയങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് ബോധവൽക്കരണവും നടത്തുന്നു. ഈ പ്രവർത്തനത്തിന് കുടുംബശ്രീ ആനിമേറ്റർമാരുടെ പങ്ക് ഉറപ്പാക്കാനും GRCക്ക് കഴിയുന്നുണ്ട്. ലഹരി, മൊബൈൽ ഫോണിന്റെ ഉപയോഗം, വിദ്യാഭ്യാസ മേഖലയിലെ കൊഴിഞ്ഞുപോക്ക്, മാനസിക സംഘർഷങ്ങൾ, ശുചിത്വം, പോഷകാഹാരം എന്നിവയ്ക്കെല്ലാം പ്രാഥമിക പരിഗണന നൽകിക്കൊണ്ടാണ് ബത്തേരി GRC പ്രവർത്തിക്കുന്നത്. 2023-2024 കാലയളവിൽ മാത്രം 34-ലധികം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് GRC വഴി സാധിച്ചു. വിവിധ കുടുംബ പ്രശ്നങ്ങൾ, ലഹരി, ദാമ്പത്യ പ്രശ്നങ്ങൾ, വയോജന സംബന്ധമായ കേസുകൾ, കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും GRCക്ക് സാധിച്ചു. എൻ്റെ പേര് അബു. ഞാനൊരു സ്ഥിര മദ്യപാനിയായിരുന്നു. കുറച്ചു കാലമായിട്ട് ഫുള്ളായിട്ട് നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. കുടുംബപരമായിട്ട് സന്തോഷം, എനിക്കും സന്തോഷം, നാട്ടുകാർക്കും സന്തോഷം. എൻ്റെ ഭർത്താവ് ഭയങ്കര മദ്യപിനായിരുന്നു, ഇപ്പം നിർത്തി. ഭയങ്കര കച്ചറായിരുന്നു മൂപ്പര്. ഇപ്പോഴാണ് സ്വസ്ഥമായി ജീവിക്കുന്നത്. ഇത്രയും വർഷത്തിനിടയിൽ 27 വർഷമായി. 27 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഒരു സ്വസ്ഥതയായി ജീവിക്കുന്നത്. 2 വർഷം ആകുന്നേ ഉള്ളൂ. ജീവിതം നല്ല രീതിയിൽ പോകുന്നു. യഥാർത്ഥ കുടുംബശ്രീയുടെ ദൗത്യം എന്താണ്, ജനങ്ങളോട് എങ്ങനെയാണ് എന്നുള്ളത് ഇതിലൂടെ തെളിയിച്ചിട്ടുണ്ട്. സ്നേഹിതയിൽ കൗൺസിലിംഗ് നൽകുന്നതിന് 24 പേരെയും താൽക്കാലിക അഭയം നൽകുന്നതിന് 12 പേരെയും എത്തിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും GRCക്ക് സാധിച്ചു. ചില കേസുകളിൽ സ്നേഹിതയിൽ പ്രവർത്തിക്കുന്ന നിയമസഹായ ക്ലിനിക്ക് വഴി നിയമസേവനം നൽകാനും സാധിച്ചിട്ടുണ്ട്. ദാമ്പത്യ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, കുട്ടികളെ സംബന്ധിച്ച കേസുകൾ എന്നിവയിൽ സ്നേഹിതയെ സമീപിച്ച കേസുകളിൽ കൗൺസിലിംഗ് ആവശ്യമായവയിൽ കൗൺസിലിംഗ് നൽകുകയും തുടർ പിന്തുണ നൽകുകയും ചെയ്യുന്നു. സ്നേഹിതയെ സമീപിച്ച കേസുകളിൽ ഭവന സന്ദർശനം മുഖേനയും ഫോൺ വഴിയും ഫോളോ അപ്പ് നടത്തിയാണ് തുടർ സേവനം ഉറപ്പാക്കുന്നത്. ഇവിടെയാണ് മഴ ഉണ്ടായിരുന്നത്. 2.5 ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നീക്കം ചെയ്തു. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോകാൻ മടിയായിരുന്നു, എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയതാണ് അവർ. അതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട്. എൻ്റെ പേര് എലിയാമ്മ. എൻ്റെ മോൻ്റെ മദ്യപാനവും എല്ലാം കാരണം അങ്ങനെ അനുജത്തിൻ്റെ വീട്ടിൽ പോയി കോളിയാടി. അവിടെ 2.5 മാസം നിന്നു. അവിടുന്ന് ഞങ്ങൾ സ്നേഹിതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് ഞങ്ങളെ അവരുടെ ഇങ്ങനെ ആരുമില്ലാത്തവരെ താമസിപ്പിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. വാർഡ് കൗൺസിലറും എല്ലാവരും കൂടി ഇടപെട്ടിട്ട് പള്ളിക്കാരോടും പറഞ്ഞു. അങ്ങനെയാണ് അവർ ഒരു 4 സെൻറ്റ് സ്ഥലം ഇങ്ങനെ പൂളവയിൽ കോളനിയിൽ വാങ്ങി തന്നത്. അവിടെ ഞങ്ങൾ ഒരു സാധനം ഇല്ലാതെയാണ് വന്നത്. അവിടുന്ന് ഞങ്ങൾക്ക് CDSൻ്റെ ആൾക്കാർ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തന്നു. ഞങ്ങൾ വിളിക്കലും അന്വേഷിക്കലും ഉണ്ട്. ഞങ്ങൾക്ക് വസ്ത്രത്തിനും ഭക്ഷണത്തിനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾക്ക് തന്ന് സഹായിച്ചത് CDSൻ്റെ ആൾക്കാർ വന്ന് ഞങ്ങളെ അന്വേഷിക്കാറുണ്ട്. സുൽത്താൻ ബത്തേരി നഗരസഭാ പരിധിയിലെ പോലീസ് സ്റ്റേഷനിലും വകുപ്പുകളിലും GRCയുടെ സേവനം നൽകിവരുന്നുണ്ട്. നഗരസഭാ പരിധിയിൽ ഉയർന്ന ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തി ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാനാണ് GRC നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.